നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചിട്ട് ആദ്യം കുറച്ച് സ്പീഡിൽ വെയിറ്റ് കുറഞ്ഞു, പിന്നീട് കുറയുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് നല്ലതാണോ? ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ചില തരത്തിലുള്ള മെഡിസിൻസ് അത് സേഫ് ആണ്? വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് പെട്ടെന്ന് കുറയ്ക്കുന്നതാണോ നല്ലത്, അതോ സ്ലോലി കുറയ്ക്കുന്നതാണോ നല്ലത്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വെയിറ്റ് ലോസിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന എനർജിയും നമ്മളുടെ ശരീരത്തിൽ നിന്നും ചിലവാക്കുന്ന എനർജീൻ്റെ ബാലൻസിനനുസരിച്ചിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്, പക്ഷെ ചിലവാക്കുന്നത് 3 വഴിയിലൂടെയാണ്. അതിലൊന്നെന്ന് പറയുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് ആണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, നമ്മളുടെ ശരീരം റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും ഓരോ ടിഷ്യൂസും ഓർഗൻസിനും പ്രവർത്തിക്കാൻ ആവശ്യമുള്ള എനർജീനെയാണ് നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ രീതിയിൽ നമ്മൾ എനർജി ചിലവാക്കുന്നത് നമ്മുടെ ശരീരം അനങ്ങുന്ന സമയത്താണ്. അത് എക്സസൈസ് ചെയ്യുമ്പോഴാവാം, നമ്മൾ സാധാരണ ഓരോ ദിവസം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്താവാം. നമ്മളുടെ ശരീരത്തിൽ എനർജി ആവശ്യമുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ദഹിപ്പിക്കാനും ഭക്ഷണത്തിനെ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിനെ രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യാനും ചില ന്യൂട്രിയൻസിനെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാനും ഇതിനും എനർജി അത്യാവശ്യം വേണ്ടതാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് കൂടുതലാണെന്ന് മനസ്സിലാക്കി ആ ഫാറ്റിനെ കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന എനർജി എപ്പോഴും ചിലവാക്കുന്ന എനർജീനേക്കാളും കുറവായിരിക്കണം. എന്നാൽ മാത്രമേ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റിനെ ചിലവാക്കാനും അതിനെ കുറച്ചു കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. പക്ഷേ അധികം ആൾക്കാർക്കും ഇതല്ല സംഭവിക്കുന്നത്. ശരീരത്തിലേക്ക് കിട്ടുന്ന എനർജി കൂടുതലും ചിലവാക്കുന്ന എനർജി കുറവായിരിക്കും. വെയിറ്റ് ലോസിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനും ഫാറ്റ് കുറയ്ക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിജയിച്ചു എന്നിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പേ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ കമൻസിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളുടെ ഉത്തരം പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കുന്നതാണോ നല്ലത്, അതോ സ്ലോലി കുറച്ചാൽ മതിയോ എന്നുള്ളതാണ്. ഇത് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള റിസർച്ചസ് നടത്തിയിട്ടുണ്ട്. അധികം ആൾക്കാരും വിചാരിക്കുന്നത് പോലെ സ്ലോയിലുള്ള ഫാറ്റ് ലോസിനേക്കാളും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഇതിനെക്കൊണ്ടാണ് കൂടുതൽ ബെനിഫിറ്റ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് ബെനിഫിറ്റ്സ് മാത്രമല്ല, പ്രശ്നങ്ങളും ഉണ്ട്. നമ്മൾ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺസ് വരാൻ സാധ്യതയുണ്ട്, എല്ലുകളിലുള്ള മിനറൽ ഡെൻസിറ്റി കുറയാൻ സാധ്യതയുണ്ട്, മസിൽ വേസ്റ്റിംഗ് പെട്ടെന്ന് സംഭവിക്കാം. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇപ്പോൾ പറഞ്ഞ പ്രശ്നങ്ങളെക്കാളും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അധികം ആൾക്കാർക്കും വെയിറ്റ് ലോസ് സ്ലോലി ആണ് ചെയ്യുന്നതെങ്കിൽ, അത് പ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ടാണ് നിങ്ങൾ വിചാരിച്ച വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇതിനെക്കൊണ്ടും ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ അധികം ആൾക്കാർക്കും ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എല്ലാവരും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന വെയിറ്റ് ലോസ് ടെക്നിക്സിലേക്ക് പോകുന്നത്. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് സ്ലോ ആയിട്ടുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാംസ് ആണ്. വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന അധികം ആൾക്കാർക്കും നേരിടുന്ന രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് തുടക്കത്തിൽ ആദ്യം വെയിറ്റ് നല്ലോണം കുറഞ്ഞു, പിന്നെ എത്ര ശ്രമിച്ചിട്ടും വെയിറ്റ് കുറയുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അധികം ആൾക്കാർക്കും അറിയില്ല. ഇതിനെയാണ് നമ്മൾ വെയിറ്റ് ലോസിൽ പ്ലാറ്റ്യൂ സ്റ്റേജിൽ എത്തുക എന്ന് പറയുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, ഒരു കാരണമല്ല. നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് പെട്ടെന്ന് കുറയുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള ഹോർമോൺസിൻ്റെ ലെവലിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ശരീരത്തിലേക്ക് കിട്ടുന്ന എനർജി കുറവായിരിക്കും. ഇങ്ങനെയൊരു ഡയറ്റ് ബ്രെയിനിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ഹൈലി മോട്ടിവേറ്റഡ് ആയത് കാരണം നിങ്ങൾക്ക് ക്രേവിങ്സ് ഉണ്ടെങ്കിലും നിങ്ങളത് കൺട്രോൾ ചെയ്യും. പിന്നീട് ഇത്തരത്തിലുള്ള ക്രേവിങ്സ്, പ്രത്യേകിച്ചും മധുരമുള്ള ഭക്ഷണം, ടേസ്റ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കാനുള്ള ക്രേവിങ്സും എല്ലാം കൂടി വരികയാണ് ചെയ്യുക. ഇതിന് പുറമെ അധികം ആൾക്കാരും വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കും, പക്ഷേ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂട്ടാൻ ശ്രമിക്കാറില്ല. കാരണം അധികം ആൾക്കാർക്കും അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര പ്രോട്ടീൻ ഉണ്ടെന്നുള്ളത് ഒരു പ്രാവശ്യം പോലും കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ വെയിറ്റ് ആദ്യം കുറച്ച് കുറഞ്ഞു, 5-6 കിലോ നിങ്ങൾ വിചാരിച്ചാലും സ്പീഡിൽ കുറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും വെയിറ്റ് കുറയാതെ നിൽക്കുന്നതിൻ്റെ കാരണം. വെയിറ്റ് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് വീണ്ടും വെയിറ്റ് ലോസ് വരണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടിയും ടെസ്റ്റുകൾ ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും ബോഡി കമ്പോസിഷൻ സ്കാൻ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തൈറോയിഡോ, പ്രമേഹോ, കൊളസ്ട്രോളിൻ്റെ ലെവൽ, ലിവർ ഫംഗ്ഷൻ, ഇങ്ങനത്തെ പല ടെസ്റ്റുകളും ചെയ്ത് നോക്കി ഒരു പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഡയറ്റാണ് നിങ്ങൾക്ക് ഈ സമയത്ത് ആവശ്യമുള്ളത്. അത് അധികം ആൾക്കാർക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ പാടായിരിക്കും. ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഡോഫോഡിയിൽ അവൈലബിൾ ആയിട്ടുള്ള പെർഫെക്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞ കോച്ചിങ് പാക്കേജോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ സർവീസോ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം.
മറ്റൊരു കാര്യം അധികം ആൾക്കാർക്കും അറിയാൻ താല്പര്യമുള്ളത് ഫാറ്റ് ലോസ് പ്രൊമോട്ട് ചെയ്യുന്ന ഡയറ്ററി സപ്ലിമെൻറ്റ്സിനെ കുറിച്ചാണ്. ഡയറ്ററി സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭക്ഷണത്തിൽ നിന്നും നമുക്ക് അത്യാവശ്യം കിട്ടാത്ത ന്യൂട്രിയൻസോ വൈറ്റമിൻസോ ഇതെല്ലാം ഒരു ടാബ്ലറ്റോ ക്യാപ്സ്യൂളോ പൗഡർ രൂപത്തിൽ നമ്മൾ ഭക്ഷണത്തിന് പുറമേ കഴിക്കുകയാണെങ്കിൽ ഇതിനെയാണ് ഡയറ്ററി സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. പല തരത്തിലുള്ള ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ഫാറ്റ് കുറയ്ക്കാൻ ഇഫക്റ്റീവ് ആണെന്നുള്ളത് പല സ്റ്റഡീസിലും പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സ്റ്റഡീസൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അധികം മാർക്കറ്റിംഗ് കമ്പനീസാണ്. ഫാറ്റ് ബേണേഴ്സിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടണിന് താഴെയും കാണാം. ഫാറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഡയറ്ററി സപ്ലിമെൻറ്റ്സ് അധികം വർക്ക് ചെയ്യുന്നത് ഒന്നിക്കൽ എനർജി എക്സ്പെൻഡിച്ചർ, അതായത് നമ്മളുടെ ശരീരം ചിലവാക്കുന്ന എനർജീൻ്റെ അളവ് കൂട്ടിയിട്ടും മറ്റു ചില സപ്ലിമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത് നമ്മളുടെ വിശപ്പ് കുറച്ച് നിർത്തിയിട്ടാണ്. മറ്റു ചില ഡയറ്ററി സപ്ലിമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിൽ ഫാറ്റ് സ്റ്റോറേജ് വെച്ചിരിക്കുന്ന രൂപം അത് എഡിപ്പോസ് ടിഷ്യൂലായിരിക്കും. അവിടെ നിന്നും ഫാറ്റി ആസിഡ്സിനെ റിലീസ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടാണ്. പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതെന്ന് പറയുന്നത് ഒന്ന് കഫീനാണ്, ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന കാറ്റക്കിൻസ്, ക്യാപ്സിക്കത്തിൽ അടങ്ങിയിരിക്കുന്ന കാപ്സൈസിൻ, ഗർസീനിയ കാംബോജിയ എന്ന് പറയുന്നത് മറ്റു തരത്തിലുള്ള ഒരു സപ്ലിമെൻ്റ് ആണ്. കോൺജുഗേറ്റഡ് ലിനോലിക് ആസിഡ് ഫാറ്റ് ലോസിന് ഇഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ശരീരത്തിലുള്ള ഫാറ്റ് കുറയ്ക്കാൻ ഇഫക്റ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള സ്റ്റഡീസിൽ എവിഡൻസ് വളരെ വീക്കാണ്. അതുമാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞ ചില തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് സ്ഥിരമായി കഴിക്കുന്നവർക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് കഫീൻ ആങ്സൈറ്റി ഉണ്ടാക്കാം, ഉറക്കക്കുറവ് ഉണ്ടാക്കാം. സപ്ലിമെൻറ്റ്സ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും എളുപ്പത്തിൽ വെയിറ്റ് കുറയ്ക്കാനും ഫാറ്റ് ലോസ് വരുത്താനും പറ്റുന്നത് മരുന്നുകൾ കഴിച്ചിട്ടാണ്. ഇത്തരത്തിലുള്ള മരുന്നുകളെക്കുറിച്ച് അറിയാനും അധികം ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവും. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ഇതിൻ്റെ ഉദാഹരണമാണ് ഒന്ന് ഓർലിസ്റ്റാറ്റ്, രണ്ട് സെമാഗ്ലൂട്ടൈഡ്. ഇതൊക്കെ കെമിക്കൽ നെയിമാണ്. പലതരത്തിലുള്ള ബ്രാൻഡ് നെയിംസിൽ ഈ പറഞ്ഞ മരുന്നുകളൊക്കെ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് മെൻജാരോ, റൈബൽസസ് എന്നൊക്കെ പറയുന്നത് സെമാഗ്ലൂട്ടൈഡ് അടങ്ങിയിരിക്കുന്ന മരുന്നിൻ്റെ ബ്രാൻഡ് നെയിമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പേ പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യണം. ഇതിൽ ചിലത് എപ്പറ്റൈറ്റ് കുറച്ച് നിർത്തിയിട്ടും, ചിലത് വിശപ്പിനെ അകറ്റി നിർത്തിയിട്ടും, മറ്റു ചിലത് ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷനെ കുറച്ചിട്ടും പല രീതിയിലാണ് ഇത്തരത്തിലുള്ള മരുന്നുകൾ വർക്ക് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ അഡൽട്ട്സിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പോരാത്തതിന് ഒബീസ് ആയിരിക്കണം, അതായത് നിങ്ങളുടെ BMI 30 മുകളിലേക്കായിരിക്കണം. BMI കണ്ടുപിടിക്കാൻ നിങ്ങളുടെ വെയിറ്റ് കിലോഗ്രാമിലും ഹൈറ്റ് മീറ്ററിലാക്കിയാൽ സ്ക്രീനിൽ കാണുന്ന ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് BMI കണ്ടുപിടിക്കാം. ഇനി 27 മുകളിൽ BMI ഉള്ളവർക്കും ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് മറ്റ് തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവണം. ഉദാഹരണത്തിന് പ്രമേഹം അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ. ഇത്തരത്തിലുള്ള മരുന്നുകൾ എല്ലാവർക്കും വർക്ക് ചെയ്യുന്നതല്ല. എല്ലാവരും ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കാൻ എലിജിബിളും അല്ല. ഇത്തരത്തിലുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് അറിയാനും നിങ്ങൾ ആദ്യം കാണേണ്ടത് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഡോക്ടറെയാണ്. ഇല്ലെങ്കിൽ ഓൺലൈനായി ഡോഫോഡിയിലും നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്. വെയിറ്റ് ലോസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തൊക്കെയാണ് അറിയേണ്ടത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. വെയിറ്റ് ലോസിനെ കുറിച്ചും ഫാറ്റ് ലോസിനെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നന്ദി. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.